കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറവാൻ മറന്നായിരുന്നു, എന്താണെന്നറിയില്ല. ഷാപ്പിൽ പോയിട്ട് നല്ല ഭക്ഷണം കഴിക്കുക. ഒരു കള്ള് ഷാപ്പ് പടത്തിൽ ഈ അടുത്ത് അഭിനയിച്ചു, പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് അഭിനയിക്കുന്ന അവസാനത്തെ ഷോട്ടിൽ തലയ്ക്ക് കുപ്പി കൊണ്ടടിക്കുന്നുണ്ട്. ഒരാഴ്ച മുളച്ചിരിക്കുകയായിരുന്നു. അതായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ്. ഷാപ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കുന്നത് ഈ ഷാപ്പ് വേറൊരു ഷാപ്പാണ്. ശരിക്കും പ്രാവൻകൂട് ഷാപ്പിന്റെ നമ്മൾ കുറച്ച് പേര് കുറേ വർഷം മുമ്പ് കേട്ടൊരു കഥയാണ് ശ്രീരാജ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കഥ കേട്ടു പിന്നെ അത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി തോന്നിപ്പോയി. കാരണം നമ്മൾ കേൾക്കാത്ത രീതിയിലുള്ള ജോണറും അതിൻ്റെ എന്താ പറയുക ആക്ഷേപഹാസ്യം, ഡാർക്ക് ഹ്യൂമറും ഒക്കെ നമ്മൾ മലയാള സിനിമയിൽ അങ്ങനെ ആദ്യം കുറച്ച് നാളായി വന്നിട്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റൈല് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി. അങ്ങനെ പിന്നെ ശ്രീരാജിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു തൂമ്പ എന്ന് പറഞ്ഞുള്ള, അതും കൂടി കണ്ടുകഴിഞ്ഞപ്പോൾ കണ്ടുടനത്തിന് ശ്രീരാജ് ഓടി വാന്ന് പറഞ്ഞ് വേഗം വന്ന് പിന്നെ ഒന്നും കൂടി കഥ കേട്ടു. അതിനുശേഷം ഞാൻ അൻവർ റഷീദ് അമ്പുക്കാലത്ത് പറഞ്ഞ് ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് ഉണ്ട് ശ്രീരാജ് പറഞ്ഞൊരു പുതിയൊരു പൈര ഒന്ന് കേട്ടോക്കെ പറഞ്ഞു. അമ്പുക്കാക്ക് ആ ഷോർട്ട് ഫിലിം വായിച്ചു. കൂടെ ആ പയ്യനെ കണ്ടതിന് ശേഷം ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്പുക്ക് ഷോർട്ട് ഫിലിം കണ്ടതിന് ശേഷം നമുക്ക് പയ്യനോട് വരാൻ പറഞ്ഞു ശ്രീരാജിനടുത്ത്. അമ്പുക്കാക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് അടുത്ത ഒരു പരിപാടിയായിട്ട് തന്നെ പിടിക്കാം. അങ്ങനെയാണ് അതിലോട്ട് ഇന്നാവുന്നത്. അങ്ങനെ പിന്നെ അത് ഭയങ്കരമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളൊരു, കാരണം അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മാനേഴ്സും വേറൊരു രീതിയിലാണല്ലോ. അതിൽ ചെറിയ ഞൊണ്ടുണ്ട്. പിന്നെ അങ്ങനത്തെ ഒരു സ്റ്റൈലും ലുക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി വേറെ പുതുമയുള്ളൊരു പരിപാടിയായിട്ട് എടുക്കും. ഷാപ്പിൽ പോയിട്ട് നല്ല ഭക്ഷണം കഴിക്കുക, കൂടുതൽ ഡ്രിങ്ക്സിനായിട്ട് കൂടുതൽ അവിടുത്തെ ഭക്ഷണമാണ് കൂടുതലും കഴിച്ചിരുന്നത്. അപ്പോൾ ഷാപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രാവൻകൂട് ഷാപ്പ് ഇപ്പൊ സൗബിക പറഞ്ഞ പോലെ തന്നെ പുതിയൊരു ഡയറക്ടറാണ് ശ്രീരാജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശ്രീരാജ് ആദ്യമായിട്ട് കഥ പറഞ്ഞത് സൗബിക്കയുടെ അടുത്താണ്. സൗബിക്കയാണ് അൻവർ റഷീദ് അമ്പുക്കയെ ഈ സിനിമയിലേക്ക് പ്രൊഡ്യൂസറായിട്ട് സജസ്റ്റ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ അടുത്ത് ശ്രീരാജ് കഥ പറയും. അങ്ങനെയാണ് ഈ സിനിമ ഉണ്ടാകുന്നത്. അമ്പുക്കയാണ് ഈ സിനിമ സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു തരുന്നത്, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് ഈ ശ്രീരാജിൻ്റെ ഷോർട്ട് ഫിലിം കണ്ടു. തൂമ്പ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. ആ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ എന്തായാലും ഈ സിനിമ ചെയ്യണം എന്ന് തീരുമാനിച്ചു. അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ സിനിമയും ഭയങ്കര നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കണ്ടിടത്തോളമൊക്കെ ഭയങ്കര രസമുള്ള ഒരു സിനിമയാണ്. നല്ല ഒരു പറ്റം ടെക്നീഷ്യൻസ് ഒക്കെ ഈ സിനിമയുടെ പിന്നിലുണ്ട്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ ഷൈജു ഖാലിദാണ്. അദ്ദേഹമാണ് കുമ്പളങ്ങി നൈറ്റ്സും മഞ്ഞമ്മൽ ബോയ്സും അങ്ങനെ ഒരുപാട് നല്ല വലിയ വിപ്ലവം സൃഷ്ടിച്ച സിനിമകൾ ചെയ്തിട്ടുള്ള സിനിമാറ്റോഗ്രാഫറാണ്. തൊട്ടതെല്ലാം പൊന്നാക്കിയ ക്യാമറമാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ അൻവർ റഷീദ്, അദ്ദേഹം അവസാനമായിട്ട് ചെയ്ത സിനിമ എന്ന് പറയുന്നത് ആവേശമാണ്. മറ്റൊരു തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം. രാജമാണിക്യം, ചോട്ടാ മുംബൈ, ഉസ്താദ് ഹോട്ടൽ എന്നൊക്കെ പറയുന്ന സിനിമകൾ സംവിധാനം ചെയ്ത് അതിനുശേഷം പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളാണെങ്കിലും ബാംഗ്ലൂർ ഡേയ്സ്, പ്രേമം, ആവേശം, ഭൂതകാലം എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറവ മറന്നായിരുന്നു, എന്താണെന്നറിയില്ല. അപ്പോൾ ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് അൻവർ റഷീദ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷനിലുള്ള ഒരു സിനിമയാണ്. പിന്നെ അത് മാത്രമല്ല ഒരു മ്യൂസിക് വിഷ്ണു വിജയ്, ഇന്ന് അതിൻ്റെ ഓഡിയോ ലോഞ്ചും കൂടാണ് സിനിമയുടെ. നല്ല മനോഹരമായിട്ടുള്ള ഗാനങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടിട്ടുള്ള, എൻ്റെ സിനിമ ആയതുകൊണ്ട് പറയല്ല, കേട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആൽബത്തിൽ ഒന്നാണ് ഈ സിനിമയുടെ ആൽബം. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിഷ്ണു വിജയ് ഈ അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം വളരെ വിജയമായിട്ടുള്ള സിനിമകളുമാണ്. എഗെയിൻ തൊട്ടതെല്ലാം പൊന്നാക്കിയ മറ്റൊരാൾ. ഞങ്ങളുടെ സിനിമയിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ ആൾക്കാർ മാത്രമേ ഉള്ളൂ അല്ലേ? സിനിമയുടെ പേര് അങ്ങനെയല്ലാണ്. അതുപോലെ വരികൾ ചെയ്ത് മൂസിൻ ബാരാരിയാണ്. അതും പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. തൊട്ടത് പിന്നെ ഓഫ്കോഴ്സ് ഇതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ പറയുന്ന ഇവിടെ നിൽക്കുന്ന ശബരീഷ് ഏട്ടനും നിയാസ്കയും ശിവജിത്തും ഉൾപ്പെടെ, അതല്ലാതെ ഒരു പറ്റം പുതിയ ഒരു സെറ്റ് ഓഫ് ആക്ടേഴ്സ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു നടന്മാരൊക്കെ കുറേ പേര് അവർ വളരെ പ്രതീക്ഷയോടെ അവരുടെ ഭയങ്കര കുറെ കാലത്തെ നാടകം ജീവിതത്തിനൊക്കെ ശേഷം ഒരു സിനിമയിലേക്ക് വന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങളെക്കാളൊക്കെ നിങ്ങൾ ആരും കാണാതെ എക്സൈറ്റഡ് ആയിട്ട് ഈ സിനിമയുടെ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബിഗ് സെറ്റ് ഓഫ് കലാകാരന്മാർ ഈ സിനിമയുടെ പിന്നിലുണ്ട്. പുതിയ കുറേ നടന്മാർ. അപ്പോൾ അവർക്കൊക്കെ ഈ സിനിമ വലിയ ഒരു ഇവന്റ് ആയിരിക്കും. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ സിനിമ സംഭവിക്കേണ്ടത്, ഈ സിനിമ സക്സസ്ഫുൾ ആവേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ പോയി കാണുക. ഞങ്ങൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് നോക്കി കാണുന്ന ഒരു സിനിമയാണ്. എന്തായാലും ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ നാലാളോട് പറയുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഭയങ്കര സെലക്റ്റീവ് ആയിട്ടാണ് ഇപ്പൊ ശബരീഷ് ചേട്ടൻ എനിക്ക് തോന്നുന്നു ഓരോ റോളും ചെയ്യുന്നത്. വിളിക്കാത്തതാണ്. പിന്നെ അല്ല, ഇപ്പോൾ ഒന്നുമില്ല, ഇതിനെക്കുറിച്ച് വളരെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. അതായത് 10 വർഷം മുമ്പ് 2015
പ്രേമം എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിൽ ഞാൻ വരുന്നത്. അത് അൻവർ റഷീദ് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു, സൗബിനും ഉണ്ടായിരുന്നു. വീണ്ടും 10 വർഷത്തിന് ശേഷം 2025 ഉണ്ടായി തൊട്ടതെല്ലാം പൊന്നാക്കിയ കുറേ ആൾക്കാരുടെ ഒപ്പം ഈ പടത്തിൽ വരാൻ കഴിഞ്ഞു. ഒരു കള്ള് ഷാപ്പ് പടത്തിൽ ഈ അടുത്ത് അഭിനയിച്ചു, പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് അഭിനയിക്കുന്ന അവസാനത്തെ ഷോട്ടിൽ തലയ്ക്ക് കുപ്പി കൊണ്ടടിക്കുന്നുണ്ട്. ഒരാഴ്ച മുളച്ചിരിക്കുകയായിരുന്നു. അതായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് കള്ള് ഷാപ്പ്. ബാക്കി വേറെ ഷാപ്പായിട്ട് എനിക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ല. എനിക്ക് യാതൊരു ബന്ധമില്ല ഷാപ്പുമായിട്ട്, അതല്ലേ? ഈ സിനിമയൊക്കെ വളരെ കുറവാ ഞാൻ ചെയ്തിട്ടുള്ളൂ എങ്കിലും മറിമ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ ഈ 15 വർഷമായിട്ട് വിവിധ തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് സിനിമയിലാണെങ്കിലും മറിമായത്തിലാണെങ്കിലും ഇതുവരെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് എനിക്ക് ഈ സിനിമയിൽ കിട്ടിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, എന്നെപ്പോലുള്ള ആളുകൾക്ക് കിട്ടുന്ന അപൂർവം അവസരങ്ങളാണ് അതൊക്കെ. അപ്പോൾ നിങ്ങളൊപ്പം ഉണ്ടാവണം, അത് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ കൂടെ ഉണ്ടാവണം. നിങ്ങളെ ഒട്ടും ബോറടിപ്പിക്കുന്നതായിരിക്കില്ല ഈ സിനിമ. നിങ്ങളെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കുന്ന, എല്ലാ തരത്തിലും ത്രില്ലടിപ്പിക്കുന്ന സിനിമയായിരിക്കും, യാതൊരു സംശയവും വേണ്ട. ഇവര് കുറച്ചൊക്കെ മറച്ചു പിടിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷെ എനിക്ക് തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. ഇതൊരു ഉഗ്രൻ സിനിമയായിരിക്കും. നിങ്ങൾക്ക് നല്ലൊരു സിനിമയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന, ഫാമിലി ആയിട്ട് ഇരുന്ന് തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമയായിരിക്കും. പ്രാവിൻകൂട് ഷാപ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട, ഈ ഷാപ്പ് വേറൊരു ഷാപ്പാണ്. ശരിക്കും പറഞ്ഞാൽ പ്രാവിൻകൂട് ഷാപ്പിലെ ഏറ്റവും പാവം പിടിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. ആ ഒരു ക്യാരക്ടർ പടം കാണുമ്പോൾ മനസ്സിലാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഞാൻ കോട്ടയത്തെ കുറിച്ച് പറയാം. ഞാൻ കണ്ണൂരാണ് എൻ്റെ ജനിച്ചു വളർന്ന സ്ഥലം. പക്ഷെ ഒരുപാട് കാലങ്ങളായിട്ട് ഞാൻ കോട്ടയത്ത് താമസിക്കുന്ന ഒരാളാണ്. ഇവിടെ നാഗമ്പടത്തിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അപ്പം കുറേ കാലത്തെ സിനിമയിലോട്ടുള്ള വരവ്, ആ യാത്രയിൽ അവസാനം എത്തിച്ചേർന്നത് കോട്ടയത്താണ്. കോട്ടയത്ത് എൻ്റെ ഗുരുനാഥൻ കൂടിയായ ജയരാജ് സാറാണ് ആദ്യമായിട്ട് എനിക്ക് വീരം എന്ന് പറയുന്ന മൂവി എൻ്റെ കയ്യിൽ തരുന്നത് കോട്ടയത്ത് വെച്ചാണ്. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഏറ്റവും നമുക്ക് ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ടീമുണ്ടാവും. അപ്പം അൻവർ റഷീദ് എൻ്റർടൈൻമെൻറ്റിൻ്റെ കൂടെ ഒരുപാട് കഴിവുകളുള്ള ടെക്നീഷ്യന്മാരും ആക്ടേഴ്സും ഒരുപാട് പേരുള്ളവരുടെ കൂടെ ആ ഒരു 1-2 മാസം നമുക്ക് ആക്ടിങ്ങിലൂടെയും അല്ലാതെയുമുള്ള ആ ഒരു സമയം ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു മൂവി, ഫസ്റ്റ് മൂവി ഇറങ്ങുമ്പം നമുക്കൊരു 2-3 ദിവസം മുന്നേ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഒരു വല്ലാത്തൊരു ഒരു ഫീലുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മൂവി. കാരണം ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വേഷമായിട്ട് ഞാനിതിനെ കരുതുന്നു. അത് നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്.